വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. യുഎഇയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 87 വിമാന സർവീസുകൾ ഇതുവരെ റദ്ദാക്കി. ആഴ്ചയിൽ 108 വിമാനങ്ങളാണ് ഈ സെക്ടറിൽ എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. ഈ മാസം 30 വരെ കേരളത്തിലേക്ക് മാത്രം 40 സർവീസുകളാണ് റദ്ദാക്കി. ഇതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാൻ കാത്തിരുന്ന പ്രവാസി മലയാളികളുടെ അവധിക്കാല യാത്രയും അനിശ്ചിതത്വത്തിലായി. കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്നും കണ്ണൂർ, കൊച്ചി, തിരുച്ചിറപ്പള്ളി സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളും റദ്ദാക്കിയിരുന്നു. മലബാറിൽ നിന്നുള്ളവർ ആശ്രയിക്കുന്ന ദുബായ് മംഗളൂരു പ്രതിദിന സർവീസ് 27-ാം തീയതി വരെ പൂർണ്ണമായി നിർത്തി. 28 മുതൽ 30 വരെ തിങ്കൾ, ശനി, ഞായർ ദിവസങ്ങൾ മാത്രമാകും ദുബായ് മംഗലാപുരം ദുബായ് സെക്ടറിൽ സർവീസ് ഉണ്ടാകുക. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് ശേഷം വിമാനങ്ങൾ കൂട്ടമായി അറ്റകുറ്റപ്പണിക്ക് വിധേയമാക്കുന്നതിനാലാണ് ഈ സേവനം തടസ്സപ്പെടുന്നത്. യുഎഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഭാവിയിലെ സഹകരണ സാധ്യതയെക്കുറിച്ചും നേതാക്കൾ ഒട്ടാവയിൽ വിശദമായി ചർച്ച ചെയ്തു. സാമ്പത്തികം, വിദ്യാഭ്യാസം, നിക്ഷേപം, വ്യാപാരം, സാങ്കേതികവിദ്യ, ഊർജ്ജം തുടങ്ങിയ പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ അവസരങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. വളർച്ചയിലും വികസനത്തിനുമുള്ള യുഎഇയുടെ പ്രതിബദ്ധത ഊന്നി പറഞ്ഞ ഷെയ്ഖ് അബ്ദുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യുഎഇയുടെ താൽപ്പര്യവും ആവർത്തിച്ചു. യുഎഇയിൽ വിദേശ വ്യാപാരത്തിന് പുതിയ മന്ത്രാലയം രൂപീകരിച്ചു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശ വ്യാപാര മന്ത്രിയായി ഡോക്ടർ താനി അൽ സെയ്ദിയെ നിയമിച്ചു. യുഎഇ സാമ്പത്തിക മന്ത്രാലയം ഇനി യുഎഇ സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രാലയം എന്നറിയപ്പെടും. വകുപ്പ് മന്ത്രിയായി അബ്ദുള്ള ബിൻ തൗഖ് അൽ മറി തന്നെ തുടരും. അടുത്ത വർഷം ജനുവരി മുതൽ മിനിസ്റ്റീരിയൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ഫെഡറൽ സ്ഥാപനങ്ങൾ, സർക്കാർ കമ്പനികൾ എന്നിവയുടെ ഉപദേശക സമിതി അംഗമായി ദേശീയ നിർമ്മിതി ബുദ്ധി സംവിധാനം പ്രവർത്തിക്കും. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്: സൗദി റിയാൽ 23.07 ഇന്ത്യൻ രൂപ, യുഎഇ ദിർഹം 23.58 ഇന്ത്യൻ രൂപ, കുവൈറ്റി ദിനാർ 282.68 ഇന്ത്യൻ രൂപ, ഒമാനി റിയാൽ 225.18 ഇന്ത്യൻ രൂപ.